ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയായ മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പദ്ധതിയിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കടലിനടിയിലൂടെയുള്ള ഒരു വലിയ തുരങ്കപാത. അതെ, മുംബൈയിലെ ബാന്ദ്ര കുർല കോംപ്ലക്സിൽ തുടങ്ങി ഷിൽഫാട്ട വരെ നീളുന്ന 21 കിലോമീറ്റർ തുരങ്കപാതയുടെ നിർമ്മാണം ഇപ്പോൾ പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വിധം അത്യാധുനികമായ ടണൽ ബോറിംഗ് മെഷീനുകൾ ഉപയോഗിച്ചുള്ള ഈ നിർമ്മാണം എങ്ങനെയാണ് നടക്കുന്നത്? നമുക്ക് നോക്കാം. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ റൂട്ടിലെ ഏറ്റവും സങ്കീർണമായ ഭാഗമാണിത്. 21 കിലോമീറ്ററിൽ 5 കിലോമീറ്റർ ഭാഗം ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ബാക്കിയുള്ള 16 കിലോമീറ്റർ ഭാഗം നിർമ്മിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനികമായ മിക്സ്ഡ് ഷീൽഡ് സ്ലറി അടിസ്ഥാനമാക്കിയുള്ള ടണൽ ബോറിംഗ് മെഷീനുകൾ ഉപയോഗിച്ചാണ്. ഈ തുരങ്കത്തിന്റെ പ്രത്യേകതകൾ ഇവയാണ്. ഇതിന്റെ ആകെ വ്യാസം 13.1 മീറ്റർ ആണ്. ഇതൊരു സിംഗിൾ ട്യൂബ് ടണലാണ്. ഇതിനുള്ളിലൂടെ ഒരേ സമയം 2 ട്രെയിനുകൾക്ക് കടന്നു പോകാം. ഭൂനിരപ്പിൽ നിന്ന് 25 മുതൽ 57 മീറ്റർ വരെ താഴ്ചയിലാണ് ഇത് നിർമ്മിക്കുന്നത്. പാർസിക് ഹില്ലിനടിയിൽ ഇത് 114 മീറ്റർ വരെ താഴേക്കെത്തും. ഈ തുരങ്ക നിർമ്മാണത്തിനായി എത്തിച്ചിരിക്കുന്ന മെഷീനുകൾ സാധാരണ മെഷീനുകളല്ല. ഭാരം: ഓരോ മെഷീനും 3000 ടണ്ണിലധികം ഭാരമുണ്ട്. അതായത് ഒരു കെട്ടിടത്തിന്റെ അത്രയും ഭാരം. വലിപ്പം: ഏകദേശം 95 മീറ്ററാണ് ഓരോ മെഷീന്റെയും നീളം. പ്രത്യേകത: ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്രയും നൂതനമായ സെമി ഓട്ടോമാറ്റിക് TBM ഉപയോഗിക്കുന്നത്. തുരങ്കം തുരക്കുന്നതും കോൺക്രീറ്റ് പാളികൾ വെക്കുന്നതും ഈ മെഷീൻ ഒരേ സമയം ചെയ്യും. ഇവ ഘടിപ്പിക്കാൻ തന്നെ ഏകദേശം 97 ദിവസങ്ങൾ വേണ്ടിവരും. വിക്രോലിയിലും നവി മുംബൈയിലെ സാവലിയിലുമായി 3 പ്രധാനപ്പെട്ട ഷാഫ്റ്റുകൾ നിർമ്മിച്ചാണ് ഈ മെഷീനുകളെ ഭൂമിക്കടിയിലേക്ക് ഇറക്കുന്നത്. ഈ തുരങ്കത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് താനെ ക്രീക്കിനടിയിലൂടെ പോകുന്ന 7 കിലോമീറ്റർ ദൂരമാണ്. കടലിനടിയിലൂടെ ഇത്തരമൊരു തുരങ്കം നിർമ്മിക്കുന്നത് വലിയൊരു എഞ്ചിനീയറിംഗ് വെല്ലുവിളിയാണ്. താമസ സ്ഥലങ്ങളും കെട്ടിടങ്ങളും കേടുപാടുകൾ സംഭവിക്കാതെ അതീവ കൃത്യതയോടെയാണ് ഇത് നിർമ്മിക്കുന്നത്. താനെ ക്രീക്കിന്റെ അടിത്തട്ടിൽ 114 മീറ്റർ താഴ്ചയിലുള്ള ഈ തുരങ്കം ആധുനിക എഞ്ചിനീയറിംഗിന്റെ ഒരു മാസ്റ്റർ പീസ് ആയിരിക്കും. 2026 ജൂലൈയിൽ ഈ മെഷീനുകളുടെ ആദ്യ പ്രവർത്തനം തുടങ്ങും. ഒക്ടോബറോടെ പൂർണ്ണ തോതിൽ നിർമ്മാണം ആരംഭിക്കും. 2026 ഏപ്രിലോടെ പോർട്ടുകളിൽ നിന്ന് മെഷീനുകളുടെ ഭാഗങ്ങൾ സൈറ്റുകളിൽ എത്തിക്കഴിഞ്ഞു. മുംബൈയിലെ ജനവാസ മേഖലയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അതീവ ജാഗ്രതയിലാണ് നിർമ്മാണ ഏജൻസിയായ NHSRCL പുലർത്തുന്നത്. ചുരുക്കത്തിൽ വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ഗതാഗത മുഖച്ഛായ തന്നെ മാറാൻ പോവുകയാണ്. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തെ വികസന കുതിപ്പ് പുതിയ തലത്തിലെത്തും. ഇന്ത്യയുടെ ഈ എഞ്ചിനീയറിംഗ് അത്ഭുതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യുക. ബിസിനസ് ഇൻഫ്രാസ്ട്രക്ചർ വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.